ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്ലിപ്കാർട്ട് ഷോപ്പിംഗ് ആപ്പാണ്, അല്ലെങ്കിൽ വെബ്സൈറ്റ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും പുതിയ ഹോബീസൊക്കെ ട്രൈ ചെയ്യാൻ വളരെ ആഗ്രഹമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഗാർഡനിങ് ഒന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗാർഡനിങ് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ വാങ്ങിയിട്ടുള്ളത് കുറച്ച് വെജിറ്റബിൾ വിത്തുകളാണ്. 45 വെജിറ്റബിൾ വിത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് വാങ്ങാനായിട്ട് ഫ്ലിപ്കാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പോയാൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പല കാറ്റഗറി കാണിക്കാം. അപ്പോൾ അതിൽ നമുക്ക് കാണാം, നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്, ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ലോൺ ആൻഡ് ഗാർഡനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ പോയാൽ ഇതുപോലെ ഗാർഡനിങ്ങിനുള്ള പ്ലാന്റ് സീഡ്സ്, പോട്ട്സ് എന്നിങ്ങനെയെല്ലാം കാണാം. പ്ലാന്റ് സീഡ്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ സീഡ് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ 45 എണ്ണത്തിൻ്റെ എയ്റോ സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീഡിൻ്റെ സെറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരുപാട് സീഡ്സിൻ്റെ വെറൈറ്റി അതിലുണ്ട്. നമുക്ക് ഏതാണോ അത് ഇത്രയും പ്രൈസ് ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരുപാട് പേര് നല്ല റിവ്യൂസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി നമ്മൾ വായിച്ച് നോക്കുക. അത് വായിച്ച് നോക്കി നമുക്ക് തൃപ്തിയായാൽ നമ്മളത് കാർട്ടിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ വിത്തുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെ സീസണിൽ വേണം ഈ വിത്തുകൾ പാവാനായിട്ടൊന്നും, അതുപോലെ തന്നെ അതിൻ്റെ മാസങ്ങൾ, ഏത് രീതിയിലാണ് ഈ വിത്തുകൾ പാവേണ്ടത് എന്നിങ്ങനെയുള്ളതെല്ലാം തന്നെ ഒരു പേപ്പറിൽ എഴുതി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് മാസത്തേക്ക് ഏത് വിത്തുകളാണ് നമ്മൾ പാവേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ എല്ലാം നമ്മളിപ്പോൾ ഓഗസ്റ്റ് മാസത്തെല്ലാം നമ്മൾ ചെയ്യുന്നില്ല, 1-2 ചെയ്യുന്നുള്ളൂ. കാരണം എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതൊക്കെ നന്നായി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മണ്ണാണ് ഇതിന് വേണ്ടി ആവശ്യമുള്ളത്. മണ്ണെന്ന് വെച്ചപ്പോൾ നമ്മുടെ അവിടുത്തെ മണ്ണിൽ എങ്ങനെയാണ് പച്ചക്കറികൾ നടാനുള്ളൊരിതുണ്ടോ ഇല്ലയോ നോക്കി നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കമ്പോസ്റ്റ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് 2 kgയുടെ 5 കിലോയുടെ 10 കിലോയുടെ പാക്കറ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പോട്ടിൽ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ സീഡ്സൊക്കെ നടാവുന്നതാണ്. അതോടൊപ്പം നമ്മൾ കുറച്ച് പോട്ട്സും കൂടി വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻ ഫ്ലിപ്കാർട്ടിലുണ്ട് കേട്ടോ. നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ഫാസ്റ്റ് ഡെലിവറിയും വരുന്നുണ്ട്. നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡുകൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. പല ലാംഗ്വേജസിൽ ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യാം. അതുപോലെ പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ പ്രൊഡക്ട്സാണ് ആവശ്യം അതെല്ലാം കാർട്ടിലിട്ട ശേഷം അഡ്രസ്സൊക്കെ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്ത ശേഷം നമ്മുടെ പ്രൊഡക്ട്സ് അതിൻ്റെ ടൈം ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ ഈ മാസം ഓഗസ്റ്റ് മാസത്തേക്ക് നമ്മൾ നോക്കണത് ഇതിലുള്ള വിത്തുകളിൽ മെയിനായിട്ടും ക്യാരറ്റ്, കോളിഫ്ലവർ, അതോടൊപ്പം തന്നെ തക്കാളി എന്നിങ്ങനെയുള്ളതാണ് വിത്തുകൾ ഓഗസ്റ്റ് മാസം നമുക്ക് നടാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ വളരുന്ന വെജിറ്റബിൾസിൻ്റെ വിത്തുകൾ ആവും കുറച്ചും കൂടി നമുക്ക് ബെറ്ററായിട്ട് നന്നായി വരാം. ബാക്കിയുള്ളത് നമുക്ക് ലക്ക് ഉണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ മെയിനൊരു കാര്യം എന്ന് വെച്ചാൽ മക്കൾക്ക് ഇതിൻ്റെ വിത്തുകൾ, ഓരോ ചെടികളും വിത്തുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടില്ലല്ലോ. അപ്പോൾ പല ടൈപ്പ് 45 എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ വെജിറ്റബിളിൻ്റെയും വിത്തുകളുടെ ഇത് അതിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല വളക്കൂറുള്ള, നല്ല ഒരു ചെറിയ നനവുള്ള അങ്ങനത്തെ മണ്ണ് നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. പോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്യുക. പോട്ടിൻ്റെ താഴെ ഹോളുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ മണ്ണിട്ട് കൊടുത്ത ശേഷം നമ്മൾ ആവശ്യത്തിന് മണ്ണിട്ട ശേഷം വിത്ത് അതിൻ്റെ മുകളിലിട്ടിട്ട് ചെറുതായി കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ കുറച്ച് വിത്തേ ഉള്ളൂ, അത്ര അധികം ഇല്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ വിത്തും സെപ്പറേറ്റ് കുഞ്ഞു കണ്ടെയ്നറിലായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു പോട്ടിൽ തന്നെ എല്ലാ വിത്തുകളും നട്ട ശേഷം വെള്ളം നമ്മൾ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലിൽ ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായി സ്പ്രേ ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായി വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വെക്കുക. ഒരു 8 മുതൽ 10 ദിവസം വരെയാണ് സാധാരണ കുറച്ച് നല്ല വലുപ്പത്തിലേക്ക് വരും. തക്കാളിയുടെ വിത്താണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വന്ന ശേഷമാണ് നമ്മളതെടുത്ത് മാറ്റിയിട്ട് പിന്നെ മണ്ണിലോട്ട് വെച്ച് കുറച്ച് അപ്പോഴൊക്കെ നല്ല ഹൈറ്റ് വരാൻ തുടങ്ങുമ്പോൾ പിന്നെ ഇതിന് ഈ ഒരു ചെറിയ പോട്ടിലൊന്നും വെച്ചാൽ പറ്റില്ല. ഇതിൽ കൂടി വലിയൊരു പോട്ടിലോട്ടോ അല്ലെങ്കിൽ മണ്ണിലോട്ടോ മാറ്റണം. അപ്പോഴാണ് നന്നായിട്ട് വളർന്ന് വരിക. ഇനി വേറൊരു പോട്ടിൽ, അത് മക്കൾ പറഞ്ഞിട്ടാ കേട്ടോ, ക്യാരറ്റിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു, അതും കൂടി നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നമ്മുടെ അവിടെ എങ്ങനെയാണ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് നോക്കാം. എന്തായാലും അവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ 2 വിത്തുകളെ ആദ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് മണ്ണ് ചെറുതായി ഇട്ട് കൊടുത്ത് ഒന്ന് നനച്ച ശേഷം ചെറിയ വെയിലത്തൊന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെച്ചിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് നേരം വെയിലുണ്ടാവുള്ളൂ. ഇത്തിരി കഴിഞ്ഞ് ഇവിടുന്ന് വെയിൽ പോവും. അപ്പോൾ കുഴപ്പമില്ല, ശക്തമായ വെയിലല്ല, ചെറിയൊരു വെയിൽ ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ എന്താവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇനിയുള്ള വ്ളോഗുകൾ നമ്മൾ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഇതിലുള്ള വിത്തുകളൊക്കെ ഒന്ന് നോക്കി പരീക്ഷിച്ച് നോക്കാം. ഇതിൻ്റെ എക്സാക്റ്റായ രീതികളിൽ നമുക്ക് വെജിറ്റബിൾ ഗാർഡനിങ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.